السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാനരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യാണ്. അള്ളാഹുവിൻ്റെ കലാം, പരിശുദ്ധ ഖുർആൻ, അതറിയാനും മനസ്സിലാക്കാനുമുള്ള ഈ എളിയ ശ്രമം അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 69-ാമത്തെ സൂറത്തു അൽ-ഹാഖ, ആ സൂറയിലെ 24 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. 25 മുതലുള്ള വചനങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് എടുക്കാനുള്ളത്. ഞാനൊന്ന് പാരായണം ചെയ്ത് ആരംഭിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيه ولم أدر ما حسابيه يا ليتها كانت القاضية ما أغنى عني ماليه هلك عني سلطانيه. ഒന്നുകൂടി. وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيه ولم أدر ما حسابيه يا ليتها كانت القاضية ما أغنى عني ماليه هلك عني سلطانيه. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വഅമ്മാമൻ, മീമിന്റെ ഷദ് മണിച്ചോദ. വഅമ്മാമൻ, മൻ എന്നുള്ള നൂനിന്റെ തെൻവീനും നൂന്റെ സക്കിന നൂനും മൻ എന്ന് വെളിവാക്കി ഉച്ചരിക്കുക. ശേഷം അലിഫ് വരുന്ന കാരണത്താൽ കിതാബഹു, ജസ്റ്റ് ഹു നീട്ട ഒരു കുഞ്ഞു വാവ് അവിടെ ഉണ്ട്. ബിഷിമാലിഹി, അവിടെയും ചെറിയ ഒരു യാണ്ട് ജസ്റ്റ് നീട്ടാൻ. فيقول يا ليتني لم أوت كتابيه. കിതാബിയ ാണ് നമ്മൾ ശരിക്കും വ്യക്തമാക്കി പറയേണ്ടതില്ല, പറയാൻ ഒന്ന് ഒരുങ്ങി നിന്നാൽ മതി. കിതാബിയ, അങ്ങനെ. വലം അദ്രി മാ ഹിസാബിയ, വലം അത് ദാലിന് വരുമ്പോൾ ഒന്ന് കട്ടി കൂട്ടി ഉച്ചരിക്കുക. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, ദ്വാദ് പറയുമ്പോൾ ഖാളി ലാ എന്നുള്ള ഉച്ചാരണം ഒഴിവാക്കുക. കാനത്തിൽ ഖാദിയ, ആ താ വരുന്നതും നമ്മൾ ഹ് ശബ്ദത്തിൽ തന്നെ ആട്ടോ വഖഫ് ചെയ്യേണ്ടത്, സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഖാദിയത് അല്ല, ഖാദിയ. മാ അഗ്ന, അവിടെ മീമിന് ചെറിയൊരു മദ്ദുണ്ട്, ധാരാളമായി നീട്ടേണ്ടതില്ല. മാ അഗ്ന അന്നി മാലിയ ഹലക, ഹ ആണ്, ഹ പറയരുത്. ഹലക അന്നി സുൽത്താനിയ, സുൽത്താനിയ വാ പറയുമ്പോൾ അതും ശ്രദ്ധിക്കുക. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിഷിമാലിഹി. വഅമ്മാമൻ എന്നാൽ ഏതൊരുവൻ, നമ്മൾ നേരത്തെ വഅമ്മാമൻ ഊതിയ കിതാബഹു നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെ വഅമ്മാമൻ ഊതിയ കിതാബഹു, അപ്പോൾ ഏതൊരുവൻ ഊതിയ നൽകപ്പെട്ടുവോ
കിതാബഹു അവന്റെ കിതാബ് അവന്റെ ഗ്രന്ഥം, ബിഷിമാലി, ഷിമാൽ എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിനാണ് പറയാ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റിലുള്ള കൈയാണ് ഉദ്ദേശിക്കുന്നത്, ലെഫ്റ്റ് ഹാൻഡ്. ബിഷിമാലി അവന്റെ ഇടത് കയ്യിൽ. അമ്മാമൻ ഊത്തിയ കിതാബഹു ബിഷിമാലി, അപ്പോൾ ഏതൊരുവൻ അവന്റെ ഇടത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ടുവോ, എന്നാൽ ഏതൊരുവന്റെ ഇടത് കയ്യിൽ അവന്റെ ഗ്രന്ഥം നൽകപ്പെട്ടുവോ, ബിഷിമാലി, ഫയഖൂൽ, അപ്പോൾ യഖൂൽ അവൻ പറയും ഖാല യഖൂൽ നമ്മൾ പഠിച്ചാണല്ലോ അതൊക്കെ. യാ ലൈതനി, യാ ലൈതനി, ലൈത എന്നുള്ളത് ഒരു പ്രയോഗമാണ്. നമുക്ക് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യത്തെ കുറിച്ചുള്ള ചില ആഗ്രഹമാണ് ലൈത്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് തരത്തിലാണ്. ഇപ്പോൾ അസാധ്യമായി ഉള്ള കാര്യങ്ങളും അതേപോലെ തന്നെ വിദൂര സാധ്യതയിലുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റി അതിനെക്കുറിച്ചുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു അവ്യയമാണ് ലൈത്ത എന്നത്. അപ്പൊ ഇവിടെ യാ ലൈതനി എന്ന് പറയുമ്പോൾ ഞാൻ ആയിരുന്നെങ്കിൽ, യാ ലൈതനി ഞാൻ ആയിരുന്നെങ്കിൽ, ലം ഊത്ത എന്താണ് ലം ഊത്ത നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ. നമ്മൾ ആ പദം പഠിച്ചിട്ടുണ്ട്, ആത്ത അല്ലെ. ആത്ത എന്നുള്ള പദം, ആത്ത യുത്തി എന്നുള്ള പദം നമ്മൾ മനസ്സിലാക്കിയതാണ്, നൽകി എന്നുള്ളതിന്. ഊത്ത നൽകപ്പെട്ടു, ലം ഊത്ത നൽകപ്പെട്ടിട്ടില്ല. ഇപ്പൊ യാ ലൈഥനി ലം ഊത്ത എന്ന് പറയുമ്പോൾ നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ, കിതാബിയ എന്റെ ഗ്രന്ഥം. അപ്പോ അള്ളാഹു സുബ്ഹാനഹു പറയുക, അമ്മാമൻ ഊത്തിയ കിതാബുഹു ബിഷിമാലി, ഇടത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കയ്യിൽ കിട്ടുമ്പോൾ അവൻ വിളിച്ചു പറയും, യാ ലൈതനി, ഓ ഞാൻ ആയിരുന്നെങ്കിൽ, ലം ഊത്ത കിതാബിയ എന്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ, എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ വിലപിക്കും. നടക്കാൻ പോകുന്ന കാര്യമല്ല, അവന്റെ ആഗ്രഹത്തെ കുറിച്ചാണ് ആ പറയുന്നത്. ലൈത്ത എന്ന് പറയുന്നത് ഇതാണ്, ലൈത്ത തമന്യത്, ആഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പദമാണത്. വലം അതിരി, അതോടൊപ്പം തന്നെ അതോടൊപ്പം മുകളിൽ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ചേർത്ത് വരാം. അതിരി ഞാൻ അറിഞ്ഞില്ല. അദ്റാ യുദ്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അദ്റാ യുദ്രി അല്ലെ. അൽഹാഖ മൽഹാഖ അല്ലെ, വമാ അദ്റാക മൽഹാഖ. അദ്റാ യുദ്രി അവിടെ നമ്മൾ ഈ സൂറയുടെ തന്നെ തുടക്കം തന്നെ പഠിച്ചിട്ടുണ്ട്. അൽ ഖാരിയ മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ, അറിഞ്ഞു മനസ്സിലാക്കി എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഇവിടെ വലം അതിരി ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ, അറിയാതിരുന്നെങ്കിൽ, ലം അതിരി ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. അവിടെ മുകളിലുള്ള ആയത്തുമായി ചേർത്ത് പറയുമ്പോഴാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ള അർത്ഥം കൂടി വരുന്നത്. യാ ലൈതനി ലം ഊത്ത കിതാബി, എനിക്ക് ഗ്രന്ഥം നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ അതോടൊപ്പം ലം അതിരി വലം അതിരി ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, മാ ഹിസാബിയ, മാ ഹിസാബിയ എന്റെ ഹിസാബ്, എന്റെ കണക്ക്. ഹിസാബ് എന്ന് വെച്ചാൽ വിചാരണ, കണക്ക് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ മാ ഹിസാബിയ എന്ന് പറയുമ്പോൾ എന്റെ വിചാരണ, മാ അറിയാലോ, മാ പല അർത്ഥത്തിനും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പുള്ള ക്ലാസ്സിലൊക്കെ. മാ എന്ത് എന്നുള്ളതിനും ഇല്ല എന്നുള്ള അർത്ഥത്തിനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ മാ ഹിസാബിയ എന്ന് പറയുമ്പോൾ എന്റെ വിചാരണ എന്താണെന്ന്, എന്താണ് വലം അതിരി മാ ഹിസാബ് ഞാൻ എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിലും എത്ര നന്നായിരുന്നു എന്നാണ് വലം അതിരി മാ ഹിസാബിയ എന്നുള്ളതിനർത്ഥം. യാ ലൈതഹ കാനത്തിൽ ഖാദിയ, യാ ലൈതഹ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, യാ ലൈതഹ അതായെങ്കിൽ നന്നായിരുന്നു. എന്തായെങ്കിൽ, കാനത്തിൽ ഖാദിയ,
കാനത്ത് ആയിരുന്നെങ്കിൽ എന്നത് തന്നെയാണ്. കാന യകൂനു എന്താണ് അൽ ഖാദിയ? ഖാദിയ എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ സാധാരണ അർത്ഥത്തില് നമ്മൾ ഖാദിയ എന്ന് വെച്ചാൽ വിധി. ഖാദി എന്നുള്ളതിന് നമ്മൾ ഖളാ യഖ്ളി, വിധി എന്നുള്ളതിന് അർത്ഥം പറയാറുണ്ട്. ഇവിടെ പിന്നെ ഖാദിയ എന്ന് വെച്ചാൽ ഖാത്തിഅ എന്നുള്ള അർത്ഥമാണ്. മുറിയുക, കലാശിക്കുക, അവസാനിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ അതിന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും കൊടുത്തിരിക്കുന്ന മഅന അൽ ഖാദിയ എന്നുള്ളത് അൽ മൗത്താണ്, മരണമാണ്. യാ ലൈതഹ, ഞാൻ ഹോ അതായെങ്കിൽ എത്ര നന്നായിരുന്നു. കാനത്ത് അതായിരുന്നെങ്കിൽ, അൽ ഖാദിയ മരണം. അപ്പോ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മരണത്തോടുകൂടി ഈ കാര്യം, മരണം അതോടുകൂടി അവസാനിച്ചിരുന്നെങ്കിൽ, മരണം എന്ന് പറയുന്നതിന് ശേഷമുള്ള ഒരു ജീവിതമില്ലാതെ മരണത്തോടുകൂടി തന്നെ എല്ലാം അങ്ങ് കലാശിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവന് വിലപിക്കുന്ന അല്ലെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. മാ അഗ്ന, അതേപോലെ തന്നെ ഉപകാരപ്പെട്ടില്ല. അഗ്ന യുഗ്നി, ഉപകാരപ്പെട്ടു. മാ അഗ്ന ഉപകാരപ്പെട്ടില്ല. അപ്പൊ അത് നമ്മൾ സൂറത്തുൽ ലഹബിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. ലഹബ്, അബൂ ലഹബിനെ കുറിച്ച് പറയുമ്പോൾ മാ അഗ്ന ഉപകാരപ്പെട്ടില്ല. ആർക്കും ഉപകാരപ്പെട്ടില്ല. അന്നീ, എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെ എനിക്ക്. മാലിയ, എന്റെ ധനം. മാലി എന്നാണ് ശരിക്കും അവിടെ. ഞാൻ നേരത്തെ ഒരായത്തെടുക്കുമ്പോൾ സൂചിപ്പിച്ചിരുന്നു, അവിടെ പാരായണത്തിന്റെ സൗകര്യത്തിനാണ് അവിടെ കൊണ്ടുവന്നത്. മാലി, എന്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ടില്ല. മാ അഗ്ന, അഗ്നാച്ചാൽ ഉപകാരപ്പെട്ടു. മാ അഗ്ന എന്ന് പറയുമ്പോൾ ഉപകാരപ്പെട്ടില്ല. തൊട്ട് മുകളിൽ മാ എന്നുള്ള എന്ത് എന്നുള്ള അർത്ഥം വന്നു. ഇവിടെ മാ എന്നുള്ളതിന് ഇല്ല എന്നുള്ള അർത്ഥം വന്നു. രണ്ടും മാവും നമ്മൾ രണ്ട് ആയത്തിലൂടെയും നമ്മൾ പഠിച്ചു. മാ അഗ്ന, ഉപകാരപ്പെട്ടില്ല. അന്നി, എനിക്ക്. മാലിയ, എന്റെ ധനം. ഹലക്ക, ഹലക്ക എന്ന് വെച്ചാൽ നശിച്ചു എന്നാണ്. ഹലക്ക, കാഫാണ്. ഹലക്ക, നശിച്ചു. ഹലക്ക അന്നി, അതേപോലെ തന്നെ എനിക്ക് നശിച്ചു, അല്ലെ എന്നിൽ നിന്ന് നശിച്ചു, എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു. എന്ത്? സുൽത്വാനിയ. സുൽത്വാൻ എന്ന് വെച്ചാൽ അധികാരത്തിന് ആണ് സുൽത്വാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രമാണം, ന്യായം എന്നൊക്കെ അർത്ഥത്തിലൊക്കെ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് സുൽത്വാൻ എന്നുള്ളത്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, പിന്നെ മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്വാൻ. അള്ളാഹു ആ വിഷയത്തിൽ യാതൊരു സുൽത്താനും ഒരു പിന്നെ പ്രമാണവും അവതരിപ്പിച്ചിട്ട്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു പിന്നെ യൂസുഫിൽ അള്ളാഹു പറയുന്നുണ്ട്, പിന്നെ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ല അവരെ വിളിച്ച്, അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ സുൽത്താൻ എന്നുള്ളത് ഇവിടെ അധികാരം, ശക്തി എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഹലക അന്നി സുൽത്താനിയ എന്നുള്ളത്. ഒന്നുകൂടി പറഞ്ഞു പോകാം. അമ്മാമൻ ഊതിയ കിതാബഹു ബിഷിമാലി, അപ്പോൾ ഏതൊരുവന്റെ ഇടത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ടുവോ ഫയഖൂൽ, അവൻ വിളിച്ചു പറയും, യാ ലൈതനി ലം ഊത കിതാബിയ, ഈ ഒരു ഗ്രന്ഥം എനിക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. നേരത്തെ നമ്മൾ അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി പറഞ്ഞു. വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വിളിച്ച് പറയും എന്താണ്? കിതാബിയാണ്, ഈ ഗ്രന്ഥം ഇതാ എല്ലാവരും വായിച്ചോളൂ, എല്ലാവർക്കും അത് കാണിച്ചു കൊടുക്കും. ഇനി അന്നി മുലാഖിന്റെ ഹിസാബിയ, ഈ ഒരു ഹിസാബിനെ ഞാൻ പ്രതീക്ഷിച്ചതാണ്, ഞാൻ മനസ്സിലാക്കിയതാണ്, ഞാൻ ഇതെന്തായാലും അഭിമുഖീകരിക്കണം എന്നുള്ളത് ശരിക്കും ബോധ്യപ്പെട്ടത് കൊണ്ട് ഞാൻ റെഡി ആയിട്ട് തന്നെ ജീവിച്ചു എന്നതാണ് തൊട്ട് മുമ്പത്തെ ആയത്തിലുള്ള അവർ വലത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവർ പറയുന്നത്. പക്ഷെ ഇവിടെ ഇടത് കൈ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അവർ പറയുന്നത് എന്താണ്? ഇത് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. കാരണം എന്താ വെച്ചാൽ ഇതിലുള്ള രേഖകളൊക്കെ എന്ന് വെച്ചാൽ പിന്നെ വല്ലാത്ത പ്രയാസപ്പെടുത്തുന്ന രേഖകളാണ് മുഴുവനും ഇതിലുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ചെറുതും വലുതുമായ യാതൊരു കാര്യങ്ങളും അള്ളാഹു
പിന്നെ മാറ്റിവെക്കൂല, എല്ലാം രേഖപ്പെടുത്തും. വിശുദ്ധ ഖുർആൻ നമ്മൾ വെള്ളിയാഴ്ച ദിവസം പോകുന്ന സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി. കുറ്റവാളികളെ നിനക്ക് കാണാം, എന്താണ് മുഷ്ഫിഖീന മിമ്മാ ഫീഹി, അതിലുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ചിന്തിട്ട് ഭയവിഹ്വലരെ നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ച് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, എന്താണ്? വയഖൂൽ, അവർ പറയും, എല്ലാ അർത്ഥത്തിലും വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലു യാ ലൈതനി യാ ലൈതനാ മാ ലിഹാദൽ കിതാബ്. ഓ, ഇതെന്തൊരു ഗ്രന്ഥമാണ് പടച്ചോനെ, ലാ യുഗാദിറു സ്വഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഇതിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ, ഒരു കാര്യം പോലും വിട്ടേച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം നൽകപ്പെടുന്ന സമയത്ത് സൂറത്തുൽ ഇൻഷിഖാഖിൽ പറയുന്നുണ്ടല്ലോ, വഅമ്മാ ഊതിയ കിതാബഹു ബിശിമാലി, ആ സമയത്ത് വഅമ്മാ ഊതിയ കിതാബഹു വറാഅ ദഹ്രി, പുറകിലൂടെ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ, അത്തരം ആളുകളെ ഫസൗഫ യദ്ഉ സുബൂറ, അവർ വിളിച്ചു പറയും സുബൂറ, നാശമേ എന്ന്. വയസ്വല സഈറ, അവരെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്കാണ് അള്ളാഹു ഉണ്ടാക്കുന്നത്, പ്രവേശിപ്പിക്കുന്നത്. അപ്പോ ഇടത് കയ്യിൽ കിട്ടുക വലത് കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ പിന്നെ രണ്ട് തരത്തിൻ്റെയും സൂചനയാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഉള്ള ഒരു മുൻകൂട്ടിയിട്ടുള്ള ഒരു സൂചനയാണ് വലത് കൈ എന്നുള്ളത്. നരകത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതിന്റെ സൂചന കയ്യിൽ കിട്ടുമ്പോഴേക്ക് തന്നെ അവർക്ക് അതിന്റെ പ്രയാസങ്ങൾ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് അവർ പറയുന്നത് വലം അദ്രി ഹിസാബിയ എന്നുള്ളത്, എൻ്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതെ പോയെങ്കിലും എത്ര നന്നായിരുന്നേന്. ഒരു വിചാരണ എന്ന് പറയുന്ന സംഭവം ഇല്ലാത്തതായിരുന്നു ഹൈർ, അത് ഇല്ലാതിരിക്കലായിരുന്നു. ഇല്ലാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ അവന്റെ തമന്യാണ്, അവന്റെ ആഗ്രഹമാണ്, അതൊന്നും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ആ സമയത്ത് അവൻ പറയാ ലൈതഹാ കാനത്തിൽ ഖാദിയ, ഈ ഒരു മരണം എന്ന് പറയുന്നത് അതോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നെങ്കിലും എത്ര നന്നായിരുന്നു. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുന്നത് കൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ മരണത്തോടു കൂടി മുഴുവനും അവിടെ അവസാനിച്ചിരുന്നെങ്കിൽ പിന്നീടുള്ള എഴുന്നേൽപ്പും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മുമ്പിലുള്ള ഈ ഒരു നൃത്തവും ഇങ്ങനെ കയ്യിൽ ഗ്രന്ഥം കിട്ടുന്ന അവസ്ഥയും ഒക്കെ ഇല്ലായിരുന്നുവെങ്കിൽ അത് എത്രയോ നന്നായിരുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അള്ളാഹു അത് ഉപയോഗിക്കുന്നത് നമുക്കൊക്കെ അറിയുന്ന സൂറത്തുൽ ഫജ്റിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, പിന്നെ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, മനുഷ്യൻ പറയും എൻ്റെ ജീവിതത്തിന് വേണ്ടി, എൻ്റെ ഹയാത്തിന് വേണ്ടി ഞാൻ മുൻകൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വരുന്ന സമയത്ത് മലക്കുകൾ അള്ളാഹു അണിയണിയായി നിൽക്കുന്ന സമയത്ത് പർവ്വതങ്ങളൊക്കെ പൊടിച്ച് അള്ളാഹു പൊടിയാക്കി തീർക്കുന്ന സമയത്ത്, ഭൂമിയെ പൊടിയാക്കുന്ന സമയത്ത്, അതൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യൻ ഇങ്ങനെ പറയും എന്നുള്ളതാണ്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. അവന്റെ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി എന്തെങ്കിലും ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവന് വിലപിക്കും. പക്ഷെ അതിനുള്ള ചാൻസ് ഇല്ല. ഇന്ന് അള്ളാഹു ശിക്ഷിക്കുന്ന പോലെ ഒരാളും ശിക്ഷിക്കൂല. ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ധിക്കുന്ന പോലെ ഒരാളും ബന്ധിക്കില്ല എന്നും. അതേപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു സൂറത്തുൽ നബഇന്റെ അവസാന ഭാഗം പറയുന്നത്. അഥവാ മനുഷ്യന് പിന്നെ ഈ മൃഗങ്ങൾ എല്ലാം അള്ളാഹു ആദ്യം അതിന്റെ ശിക്ഷകളൊക്കെ കൊടുക്കും. ഇപ്പൊ കൊമ്പ് ഉള്ള മൃഗം കൊമ്പില്ലാത്ത മൃഗത്തെ ഭൂമി ലോകത്ത് കുത്തുകയും അതിനെ പ്രയാസപ്പെടുത്തുകയും, കൊമ്പില്ലാത്ത മൃഗത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊമ്പ് കൊടുക്കുന്ന. അപ്പൊ ആദ്യം അതിനുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അത് ഒക്കെ ഉടനെ പിന്നെ മണ്ണാവാൻ വേണ്ടി പറയുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ അത് മനുഷ്യൻ കാണുമ്പോൾ മനുഷ്യൻ പറയും എന്നുള്ളതാണ്. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു, മനുഷ്യൻ അവൻ മുൻകൂട്ടി ചെയ്തു വെച്ച കാര്യങ്ങളെ കുറിച്ചുള്ള അവന് ശരിക്കും അവന് ബോധ്യമാകുന്ന ഒരു സമയം വരികയാണ്. അപ്പോ അവൻ വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ, കാഫിരീങ്ങളായ ആളുകൾ പറയും യാ ലൈതനി, ഞാനായിരുന്നെങ്കിൽ, കുന്തു തുറ, ഞാനും അതേപോലെ മണ്ണായിരുന്നെങ്കിൽ, എനിക്കും മണ്ണോടുകൂടി എന്നെ മണ്ണാക്കിയാൽ മതി, ഈ വിചാരണയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരവസ്ഥ എനിക്കും ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് കാഫിരീങ്ങളായ ആളുകൾ പറയുമെന്നാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ. ഈ ഭൂമി ലോകത്ത് മനുഷ്യന് ഏറ്റവും കൂടുതൽ രണ്ട് തരത്തിലുള്ള
ശക്തികളാണ് അവന്. ഒന്ന് അവന്റെ സാമ്പത്തികമായ ശക്തി, മറ്റൊന്ന് അധികാര ശക്തി. ഇത് രണ്ടുമാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ദുർവിനിയോഗം ചെയ്യുന്നതും. ഇത് രണ്ടുമാണ് ആളുകൾ പലതരത്തിലുള്ള കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതും. ഇപ്പൊ ഭൂമി ലോകത്ത് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, ഇപ്പോൾ ആളുകൾ സമ്പത്തുള്ള ആളുകളൊക്കെ ഏത് തരത്തിലുള്ള കുറ്റങ്ങളും തിന്മകളിലൊക്കെ അവരെ ശിക്ഷിക്കപ്പെട്ടാലും അവര് പല രൂപത്തിൽ അവർ രക്ഷപ്പെട്ടുകയാണ്. കുറ്റവാളികളാണെന്ന് അവരെ ബോധ്യപ്പെട്ടാൽ പോലും അവർക്ക് ശിക്ഷ ലഭിക്കുന്നില്ല. എത്ര സംഭവങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോ പത്രങ്ങളിലേക്ക് ഓരോ റിപ്പോർട്ടുകൾ, ഓരോ വാർത്തകളൊക്കെ വരും. 100% കുറ്റവാളിയാണ് നമുക്ക് ബോധ്യമായി എല്ലാ അർത്ഥത്തിലും. പക്ഷെ പിന്നെ നമ്മൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും ഇന്നാള് കുറ്റവിമുക്തനായി. അതിന് ഏറ്റവും കൂടുതൽ സമ്പത്ത് വാങ്ങി, പൈസ വാങ്ങി, അതിനെ കളവിനെ എന്താക്കുക, സത്യമാക്കാൻ വേണ്ടി ശ്രമിച്ച് അതിന് വാദിച്ച് ജയിക്കാൻ വക്കീലന്മാരുണ്ട് ഇവിടെ. അപ്പൊ അവർക്ക് നമ്മൾ അതിന്റെ പൈസ കൊടുത്താൽ മതി. ഇത്ര പൈസ കൊടുത്താൽ അതില് നിങ്ങൾക്ക് ജയം നമ്മൾ ഉറപ്പിച്ചു തരാന്നുള്ളതാണ്. സമ്പത്തൊക്കെ കോടികൾ കൊടുക്കുകയാണ്. അതില് പല അർത്ഥത്തിലും പല ആളുകളെയും ജഡ്ജിമാരെ എല്ലാം സ്വാധീനിച്ച് രക്ഷപ്പെടുകയാണ്. സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടുന്നു, അതേപോലെ തന്നെ അധികാരം കൊണ്ട് രക്ഷപ്പെടുന്നു ആളുകൾ. ഇപ്പോ സാധാരണക്കാരനായ ഒരാൾ തെറ്റ് ചെയ്യുന്നതും പൈസക്കാരനായ ഒരാൾ തെറ്റുന്നതും, അല്ലെങ്കിൽ സമൂഹത്തിലെ പിന്നെ അധികാരമുള്ള ഒരാൾ തെറ്റ് ചെയ്യുന്നതിലും അവർക്ക് കൊടുക്കുന്ന ശിക്ഷകളിൽ അധികാരം കാരണത്താൽ അവർ രക്ഷപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഇവർക്ക് ഭൂമിയിൽ എല്ലാ അർത്ഥത്തിലും ഉണ്ടായിരുന്നു, സമ്പത്തും സ്വാധീനവും ശക്തിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉപകാരപ്പെടാത്തൊരു ദിവസമാകുന്നു. അപ്പൊ അത് എന്തൊരു ഭയാനകമായ രസം. നിങ്ങൾ അതിലെ വേറൊരു വിഷയം വെച്ചാല്, ഈ അധികാരമൊക്കെ സമ്പത്തൊക്കെ ഉള്ള ആളുകളുടെ അവസ്ഥയെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഇതൊന്നും ഇല്ലാത്തവരെ കുറിച്ച് പിന്നെ എന്താണ്? അപ്പോ അതിനേക്കാളേറെ പ്രയാസകരമാണ്. അപ്പൊ അള്ളാഹിന്റെ മുമ്പിൽ ഇത് എല്ലാം ഈക്വൽ ആണ്. എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ ഒരാൾക്കും ഒരർത്ഥത്തിലും വിജയിക്കാൻ ഒരു വകുപ്പുമില്ല റബ്ബിന്റെ മുമ്പിൽ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എത്ര പിന്നെ ഇപ്പൊ സമ്പത്ത് കൊണ്ടും സ്വാധീനം കൊണ്ടും അധികാരം കൊണ്ടും എല്ലാ കഴിവുകളും ഭൂമി ലോകത്തുള്ള പല ആളുകളുണ്ട്. ഇപ്പൊ രാഷ്ട്രത്തിന്റെ തലവന്മാരും ഒക്കെ ഉണ്ടാവും. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ രൂപത്തിൽ ജീവിച്ചിട്ടില്ല. അവർക്ക് ഒരർത്ഥത്തിലും അള്ളാഹു അവരോട് എന്ത് ചെയ്യൂല, പിന്നെ ഇത്രയും വലിയ ആളാണല്ലോ, ഭൂമിയിൽ ഇങ്ങനെയൊക്കെ ഇന്ന രാജ്യം ഭരിച്ച ആളൊക്കെയാണല്ലോ, അതുകൊണ്ട് നിനക്കിതാ എന്നുള്ള ഒരു അർത്ഥത്തിലുമുള്ള ഒരു പരിഗണന അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കലേക്കില്ല. അപ്പൊ മനുഷ്യൻ ഓരോരുത്തരും ചെയ്ത കാര്യങ്ങളെ കുറിച്ചുള്ളത് മനുഷ്യനെ തന്നെ അള്ളാഹു ബോധ്യപ്പെടും. നമ്മൾ ചെയ്ത തെറ്റുകളെ നമ്മളെ അള്ളാഹു ബോധ്യപ്പെടുത്തിയിട്ടാണ് അള്ളാഹു നമ്മെ ശിക്ഷിക്കുന്നത്. അതാണ് ഈ കിതാബ് നമ്മളെ കയ്യിൽ തരുന്നത്. നിങ്ങൾക്ക് സൂറത്തു പിന്നെ ഇസ്രാ ഓതുന്ന സമയത്ത് അതിന്റെ തുടക്ക ഭാഗത്ത് തന്നെ കാണാൻ സാധിക്കും. 14-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. നീ നിന്റെ കിതാബ് നീ തന്നെ വായിക്ക്, നീ വായിച്ചോ. അള്ളാഹു പറയാ, നിനക്ക് ഇന്ന് ഈ കണക്ക് നോക്കാൻ, ഇത് ഓഡിറ്റ് ചെയ്യാൻ ആര്? കഫാ ബിനഫ്സിക അൽയൗം, ഇന്നത്തെ ദിവസം നീ മതി എന്നാ അള്ളാഹു പറയുന്നത്. ഇന്നത്തെ ദിവസം കണക്ക് നോക്കാൻ വേറെ ആളെ കൊണ്ടുവരുമോ നോക്ക്. നമ്മളൊക്കെ വലിയ വലിയ കമ്പനികളൊക്കെ നടത്തുന്ന ആളുകളൊക്കെ തന്നെ അതിന് ഓഡിറ്റർമാരൊക്കെ വെച്ചിട്ട് പലതും കണക്ക് നോക്കി. നിന്റെ കാര്യങ്ങളെ കണക്ക് നോക്കാൻ വേറൊരാളും വേണ്ട. നിന്റെ കിതാബ് തന്നെ, നിന്റെ ബുക്ക് നീ വായിച്ചു എന്നുള്ള പറയുന്നു. കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ, നിന്റെ കണക്ക് നോക്കാൻ നീ തന്നെ മതി, നിനക്ക് ബോധ്യം. അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തണം ശരിക്കും. ഈ കിതാബിൽ എന്തൊക്കെ ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ചാണ് പ്രിയപ്പെട്ടത്. ഇത് വലത് കൈയിലാണോ നമുക്ക് കിട്ടേണ്ടത്, അതല്ല ഇടത് കൈയിലാണോ നമുക്ക് കിട്ടേണ്ടത്? ഇതാണ് നമ്മൾ ഈ ഭൂമി ലോകത്ത് ആലോചിക്കണം, ചിന്തിക്കണം. അതിനാണ് നമ്മൾ പണിയെടുക്കുന്നതും. ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് രൂപത്തിലുള്ള വളരെ മനസ്സിനെ വല്ലാതെ നമുക്ക് ബേജാറുണ്ടാക്കേണ്ട ആയത്തുകളാണ് ഈ പറഞ്ഞതൊക്കെ. വലത് കൈയിലല്ലാതെ ഇടത് കൈയിലാണ് നമുക്ക് നൽകപ്പെടുന്നതെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വേറൊരു തരത്തിലും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ വേറെയില്ല അള്ളാഹിന്റെ അടുക്കൽ. ഖൽബുൻ സലീം, കുറ്റമറ്റ ഹൃദയത്തിന്റെ ആളുകൾക്ക് മാത്രമുള്ള അള്ളാഹിന്റെ അടുക്കലേക്ക് രക്ഷപ്പെടാൻ മാർഗമുള്ള, അല്ലാത്തൊരു മാർഗമില്ല എന്ന് മനസ്സിലാക്കുക. وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيه
വലം അദ്രി മാ ഹിസാബിയ വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമൽ, ആരുടെ ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടുവോ ഫയഖൂൽ, അവൻ വിളിച്ചു പറയാ ലൈതനി ലം ഊത കിതാബിയ, ഓ എന്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വലം അദ്രി മാ ഹിസാബിയ, എന്റെ വിചാരണ, എന്റെ കണക്ക് നോക്കുന്നത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാതിരുന്നെങ്കിൽ, അറിയാതിരുന്നെങ്കിലും എത്ര നന്നായിരുന്നേനെ. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, അതെ അക്കാര്യം അഥവാ മരണം അത് തീരുമാനത്തിന്റെ ഖാദിയ മുറിച്ചു കളയുന്ന, അതോടുകൂടി എല്ലാം അവസാനിച്ച രൂപത്തിലായിരുന്നെങ്കിലും എത്ര നന്നായിരുന്നു. മാ അഗ്ന അന്നി മാലിയ, എന്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ടില്ല. ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരവും എന്റെ സ്വാധീനവും ഒന്നും എനിക്ക് ഉപകാരപ്പെട്ട്, അല്ലെങ്കിൽ എന്റെ അധികാരവും പിന്നെ സ്വാധീനമൊക്കെ ഹലക, അത് നശിച്ചു. അത് ഇവിടത്തോടുകൂടി ഭൂമിയിലുള്ള കാര്യം അവിടെ തന്നെ അവസാനിച്ചു. ഇവിടെ അതൊന്നും, അധികാരവും സമ്പത്തും ഒന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ല, അതൊക്കെ നശിച്ചു കഴിഞ്ഞു എന്നവന് നേർക്ക് ബോധ്യമാകുന്ന ഒരു സമയം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. റഹ്മാനാഥൻ അവന്റെ പരലോകത്ത് വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വലത് കയ്യിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുമ്പോൾ ഈ ഒരു ചെറിയ സമയം അള്ളാഹു അതിൽ രേഖപ്പെടുത്തുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.